കേരളത്തെ നടുക്കിയ ഒരുപാട് കൊലപാതക കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിലേറ്റവും കുപ്രസിദ്ധി നേടിയ ഒന്നാണ് ആലുവ കൂട്ടക്കൊലപാതകം. ഒരേ സമയം മനസ്സ് മരവിപ്പിക്കുന്നതും ബന്ധങ്ങളെ തിരിച്ചറിയാൻ സാധിക്കാത്തതിൻ്റെ തെറ്റുകളും നമ്മളെ തിരിച്ചറിവിൻ്റെ ബോധത്തിലേക്ക് നയിക്കുന്നതുമാണ് ഈ സംഭവം. ഒരു കാലത്ത് കേരളത്തെയും ആലുവ ജനങ്ങളെയും ഞെട്ടിച്ച ഈ സംഭവത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആലുവ പട്ടണത്തിലെ വളരെ വലിയൊരു വ്യാപാരിയായിരുന്നു മാഞ്ഞൂറാൻ വീട്ടിൽ തൊമ്മി. തൊമ്മിയുടെ മക്കളായ ജോർജ്, അഗസ്റ്റിൻ എന്നിവരും പാരമ്പര്യ കച്ചവടത്തിൽ ഉൾപ്പെട്ടിരുന്നു. ആലുവയിലെ വളരെ വലിയ സമ്പത്തും അഭിമാനവുമുള്ള ഒരു കുടുംബമായിരുന്നു മാഞ്ഞൂറാൻ തറവാട്. ആലുവ പട്ടണത്തിൻ്റെ ഒത്ത നടുവിൽ തന്നെയാണ് മാഞ്ഞൂറാൻ തറവാട് സ്ഥിതി ചെയ്യുന്നത്. മരിക്കുന്നതിന് മുമ്പ് തൊമ്മി വസിയത്ത് എഴുതി വെച്ചത് പ്രകാരം അദ്ദേഹം നോക്കി നടത്തിയിരുന്ന കച്ചവട സ്ഥാപനവും തറവാട് വീടും ഇളയ മകനായ അഗസ്റ്റിനും ബാക്കി 2 സ്ഥാപനങ്ങളും മറ്റ് ചില വസ്തുക്കളും മൂത്ത മകനും ആലുവ പട്ടണത്തിന് നടുവിലുള്ള 40 സെന്റ് സ്ഥലവും മക്കൾക്ക് തുല്യമായി വീതിക്കാനായിരുന്നു നിർദ്ദേശം. അപ്പൻ മരിച്ചിട്ട് 41 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഒരു ദിവസം രാത്രി തറവാട്ട് വീട്ടിൽ ഒത്തുചേർന്ന മക്കൾ അപ്പൻ്റെ വസിയത്ത് ചർച്ച ചെയ്യുമ്പോഴാണ് വസിയത്തിലുണ്ടായ മാറ്റത്തെക്കുറിച്ച് ജോർജും ജോസും അറിയുന്നത്. വയസ്സായ അമ്മയെയും ഡിവോഴ്സായ പെങ്ങളെയും നോക്കുന്നതുകൊണ്ട് തുല്യമായി വീതിക്കേണ്ട 40 സെന്റ് അഗസ്റ്റിൻ്റെ പേരിലേക്ക് മാറ്റാനാണ് പുതിയ നിർദ്ദേശം. ഇതിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായ ജോർജും ജോസും അഗസ്റ്റിനുമായുള്ള ബന്ധം അന്നു തന്നെ ഉപേക്ഷിച്ചു. അതുകൊണ്ട് തന്നെ ആരുമായി അധികം ബന്ധമില്ലാതെ ഒറ്റപ്പെട്ട രീതിയിലായിരുന്നു അഗസ്റ്റിനും കുടുംബവും ജീവിച്ചിരുന്നത്. അഗസ്റ്റിനും അഗസ്റ്റിൻ്റെ അമ്മയായ ക്ലാരയും ഭാര്യ മേരിയും മകൾ ധന്യയും മകൻ ജസ്മോനും ഡിവോഴ്സായ അഗസ്റ്റിൻ്റെ പെങ്ങൾ കൊച്ചുറാണിയുമാണ് ആ വീട്ടിൽ താമസിച്ചിരുന്നത്. 2001 ജനുവരി 7 ഞായറാഴ്ച എറണാകുളത്ത് താമസിക്കുന്ന അഗസ്റ്റിൻ്റെ ഭാര്യയുടെ സഹോദരൻ്റെ കൂടെയാണ് രോഗാവസ്ഥയിലുള്ള അപ്പൻ താമസിക്കുന്നത്. അന്നേ ദിവസം രാജൻ്റെ ഭാര്യയുടെ തറവാട്ട് വീട്ടിൽ നടക്കുന്ന എന്തോ പരിപാടിയിൽ പങ്കെടുക്കാൻ രാജനും ഭാര്യയും പോകുന്നത് കൊണ്ട് തന്നെ അപ്പൻ ഒറ്റയ്ക്കായിരുന്നു. പോകുന്നതിൻ്റെ തലേ ദിവസം മേരിയോട് അപ്പന് കൂട്ടു നിൽക്കാൻ വന്നേക്കണമെന്ന് രാജൻ പറഞ്ഞിട്ടാണ് പോയത്. എന്നാൽ സമയമേറെയായിട്ടും മേരി അവിടെ വന്നില്ല. ഇതിനെ തുടർന്ന് മേരിയുടെ അച്ഛൻ മാഞ്ഞൂറാൻ തറവാട്ടിലെ ടെലിഫോൺ നമ്പറിലേക്ക് വിളിച്ചെങ്കിലും ആരും ഫോൺ എടുത്തില്ല. അതുകൊണ്ട് തന്നെ മാഞ്ഞൂറാൻ തറവാടിൻ്റെ അടുത്ത് താമസിക്കുന്ന ജോർജിനെ വിളിച്ചെങ്കിലും ജോർജും അഗസ്റ്റിനും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ മാഞ്ഞൂറാൻ തറവാട്ടിലെ ഒരു കാര്യവും അറിയാൻ സാധിച്ചില്ല. ശേഷം മാഞ്ഞൂറാൻ വീട്ടിലെ ബന്ധുവും അയൽക്കാരനും സാമൂഹിക പ്രവർത്തനവുമായ സെബാസ്റ്റ്യനെ വിളിച്ചു. ഉടൻ തന്നെ സെബാസ്റ്റ്യൻ വീട്ടിലെ ജനാലയിൽ നിന്ന് എത്തി നോക്കിയപ്പോൾ അവിടെയെങ്ങും ആരെയും കാണാൻ സാധിച്ചില്ല. അതിനെ തുടർന്ന് അവർ വീട്ടിലെത്തിയാൽ അറിയിക്കാമെന്ന് പറഞ്ഞ് സെബാസ്റ്റ്യൻ ഫോൺ വെക്കുന്നു. വീണ്ടും വീണ്ടും വിളിച്ചെങ്കിലും അവരെ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അപ്പൻ എന്തൊക്കെയോ പന്തികേടുകൾ മണക്കാൻ തുടങ്ങി. രാത്രി 9 മണിയായപ്പോൾ തിരിച്ചെത്തിയ രാജനോട് ഈ കാര്യം പറഞ്ഞു. അതിനെ തുടർന്ന് രാജൻ അവിടെ വരെ ഒന്ന് പോയി നോക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ രാജൻ തൻ്റെ കൂട്ടുകാരനുമായി രാത്രി കൃത്യം 10 മണിയായപ്പോൾ ആലുവയിലെത്തുകയും ചെയ്തു. ദുരൂഹമായ രീതിയിൽ ഇരുട്ട് പടർന്നു കിടക്കുന്ന മാഞ്ഞൂറാൻ തറവാടിൻ്റെ ഗേറ്റ് തുറന്ന് ഇരുവരും വീടിനടുത്തേക്ക് ചെന്നു. കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു ടോർച്ചിൻ്റെ വെട്ടത്തിൽ ചുറ്റുപാടുമൊന്ന് നോക്കിയിട്ട് സിറ്റൗട്ടിലെ വാതിലിലേക്ക് നോക്കിയപ്പോൾ വാതിൽ വെറുതെ ഒന്ന് ചാരിയിട്ടിരിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ രാജൻ ആ വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയപ്പോഴേക്കും രാജൻ്റെ മൂക്കിലേക്ക് വളരെ വലിയൊരു ദുർഗന്ധം ഇരച്ചു കയറി. മൂക്ക് പൊത്തിപ്പിടിച്ച് ടോർച്ചടിച്ച് നോക്കിയപ്പോൾ തറയിൽ മുഴുവനും രക്തം നിറഞ്ഞു കിടക്കുകയായിരുന്നു. സാധനങ്ങളെല്ലാം വലിച്ചു വാരി കുന്നുപോലെ ഊട്ടിയിട്ടിരിക്കുന്നു. വീട് മുഴുവനും ചോരയും ചോരയുടെ മനം മടിപ്പിക്കുന്ന ഗന്ധവുമായിരുന്നു. ഉടൻ തന്നെ രാജൻ നഗരത്തിലെ പോലീസ് സ്റ്റേഷനിൽ എത്തിയതിനു ശേഷം കാര്യം പറഞ്ഞു. പോലീസ് ഉടൻ തന്നെ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നു. ചോരയിൽ മെഴുകിക്കിടക്കുന്ന മാഞ്ഞൂറാൻ തറവാട്ടിൻ്റെ ഉള്ളിലേക്ക് ചെന്ന പോലീസുകാർ ഹാളിൽ കിടക്കകളുടെയും തലയുടെയും അടിയിൽ കിടക്കുന്ന ജസ്മോൻ്റെയും ഹാളിൽ നിന്നുമുള്ള ഓട്ടത്തിൽ പിന്നിൽ നിന്ന് അടിയേറ്റ മകൾ ധന്യയുടെയും മൃതദേഹം കോടാലി കൊണ്ട് പിന്നിൽ നിന്ന് അടിയേറ്റ രീതിയിൽ കണ്ടെത്തുന്നു. അടുക്കളയിലേക്ക് ചെന്നപ്പോൾ അഗസ്റ്റിൻ കോടാലി കൊണ്ട് വെട്ടിയ മുറിവുകളോടെയും ഭാര്യ മേരി കോടാലി കൊണ്ട് കുത്തേറ്റ രീതിയിലും മരണപ്പെട്ട് കിടക്കുന്നു. അടുക്കളയുടെ ഒരു വശത്ത് അഗസ്റ്റിൻ്റെ പെങ്ങളായ കൊച്ചുറാണി വയറുകൊണ്ട് കെട്ടിത്തൂക്കിയ നിലയിലും അമ്മ ക്ലാര തലക്കടിയേറ്റ് ചോരയിൽ കുളിച്ചും കിടക്കുന്നു. പിറ്റേ ദിവസം അതിക്രൂരമായ മാഞ്ഞൂറാൻ തറവാട്ടിലെ എല്ലാവരും മരണപ്പെട്ട വാർത്ത ആലുവയുടെ ഒരു ഭാഗത്ത് കാട്ടുതീ പോലെ പടർന്നു. ഈ കാരണത്താൽ പിന്നീട് ആ നഗരത്തിന് ഉറക്കമില്ലാതാവുകയും ചെയ്യുന്നുണ്ട്. ആര്, എന്തിനെന്നീ 2 ചോദ്യങ്ങൾ ആ രാത്രികളിൽ ദുരൂഹതയിൽ ഇരുണ്ടുകിടന്നു. കഥകൾ പരക്കാൻ അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. പിണക്കത്തിലായ സഹോദരങ്ങൾ ചെയ്ത കൊലപാതകമാണിതെന്നാണ് എല്ലാവരും പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പോലീസുകാരുടെ ആദ്യ അന്വേഷണവും ആ വഴിയിലായിരുന്നു. അപ്പൻ്റെ വസിയത്ത് പ്രകാരമുള്ള വൈരാഗ്യം മറ്റാരെയും ഉപയോഗിച്ച് അഗസ്റ്റിനെയും കുടുംബത്തെയും വകവരുത്തി.
പോലീസിന് അത്തരത്തിലൊരു സംശയം ഉണ്ടാകാൻ കാരണം മാഞ്ഞൂറാൻ തറവാട്ടിലെ മരണപ്പെട്ടവരുടെ കൈവശമുണ്ടായിരുന്ന ഒരു വിലപിടിപ്പുള്ള വസ്തുക്കളും കളവ് പോയിട്ടില്ല എന്നതാണ്. എന്നാൽ ചുവരിൽ ചോര ഉപയോഗിച്ച് പതിഞ്ഞ ശൂലത്തിന്റെ ചിഹ്നമാണ് അന്വേഷണത്തിന്റെ ദിശ മാറ്റിവിട്ടത്. ഏതെങ്കിലും തീവ്രവാദ സംഘടനകളാണോ എന്നുള്ള തിയറിയുടെ പിന്നാലെയാണ് പിന്നീട് അന്വേഷണം പോയത്. ഈ സംഭവം ജനങ്ങൾ അറിഞ്ഞത് മൂലം പിന്നീട് നേരം വൈകുന്നതിന് മുമ്പ് തന്നെ ആലുവ നഗരം ആളൊഴിഞ്ഞ രീതിയിലായി. നഗരത്തിലെങ്ങും നിശബ്ദത. തിയേറ്ററുകളിൽ സെക്കൻഡ് ഷോ ഒഴിഞ്ഞ കസേരകൾക്ക് വേണ്ടി കളിക്കാൻ തുടങ്ങി. എന്നാൽ പോലീസിന് ആ വഴിയിൽ അധികം മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. പോലീസിന് ലഭിച്ച ആകെ തെളിവ് ഗോവണിയിൽ പതിഞ്ഞ ഒരു വിരലടയാളവും അഗസ്റ്റിൻ്റെ മകളുടെ കയ്യിൽ കുടുങ്ങിയ കുറച്ചു മുടിനാരും ചുവരിൽ വരഞ്ഞ ഒരു ശൂലത്തിൻ്റെ ചിഹ്നവുമായിരുന്നു. അയൽക്കാരെയും ബന്ധുക്കളെയും എല്ലാവരെയും നിരന്തരം ചോദ്യം ചെയ്തു. ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ ചോദിച്ചറിഞ്ഞു. ആലുവയിലും എറണാകുളത്തും മോഷണവും പിടിച്ചുപറിയും നടത്തുന്ന സംഘങ്ങളെയെല്ലാം ചോദ്യം ചെയ്തെങ്കിലും ഒരു തുമ്പും പോലീസിന് ലഭിച്ചില്ല. അങ്ങനെ അഗസ്റ്റിൻ്റെ സഹോദരൻ ജോസിനെ പോലീസ് ചോദ്യം ചെയ്യുന്നതിനിടയിൽ ജോസിൻ്റെ ഭാര്യ ജനുവരി 7 ഞായറാഴ്ച കൃത്യം നടന്നതിൻ്റെ പിറ്റേന്ന് രാവിലെ മകളെ എൻട്രൻസ് കോച്ചിങ്ങിന് തൃശ്ശൂരിലേക്ക് വണ്ടി കയറ്റി വിടാൻ രാവിലെ 5:30 മണിക്ക് പുറത്തിറങ്ങിയപ്പോൾ പുകമഞ്ഞിൻ്റെ ഇടയിൽ മാഞ്ഞൂറാൻ വീട്ടിൽ നിന്നും പള്ളിയിലേക്കാരോ നടന്നു പോകുന്നത് കണ്ടിരുന്നു. എന്നാൽ ഒന്നുകൂടെ വ്യക്തമായി നോക്കിയപ്പോഴാണ് ആളെ മനസ്സിലായത്. അത് ആന്റണിയായിരുന്നു. ആന്റണി മാഞ്ഞൂറാൻ തറവാട്ടിലെ ഒരകന്ന ബന്ധുവായിരുന്നു. മാഞ്ഞൂറാൻ വീട്ടിലെ എല്ലാ സഹായങ്ങൾക്കും മുന്നിൽ തന്നെയായിരുന്നു ആന്റണി. മാത്രമല്ല അഗസ്റ്റിൻ്റെ വീടുമായി നല്ല ബന്ധമാണ്. മാത്രമല്ല നല്ല സ്വഭാവവുമാണ്, വിശ്വസ്തനുമാണ്. നഗരസഭയുടെ വണ്ടി ദിവസക്കൂലിക്ക് ഓടിക്കുന്നതാണ് തൊഴിൽ. സാമ്പത്തിക പ്രതിസന്ധികൾ ഉള്ളതിനാൽ പല ജോലികൾ ചെയ്തെങ്കിലും കരകയറാനുള്ള ലക്ഷ്യവുമായി ഗൾഫിൽ പോകാനാണ് ആഗ്രഹം. പോലീസുകാർ കൂടുതൽ അന്വേഷണം നടത്തിയപ്പോൾ ജനുവരി 1 ആന്റണി ദമാമിൽ പോകുന്നതിനായി തൃശ്ശൂരിൽ നിന്ന് ബോംബെക്ക് തീവണ്ടി കയറി. ആന്റണിയുടെ വീട് വളരെ ചെറിയൊരു വീടാണ്. ആ വീട്ടിൽ ആന്റണിയുടെ ജ്യേഷ്ഠൻ്റെ കുടുംബമാണ് താമസം. അവിടെ എത്തി അന്വേഷണം നടത്തിയപ്പോൾ ആന്റണി ശനിയാഴ്ച രാത്രി, അതായത് കൃത്യം നടന്ന രാത്രി വീട്ടിലെത്തിയില്ലെന്നും ഗൾഫിൽ പോകുന്നതിനായി ടിക്കറ്റ് ശരിയാക്കാനുള്ള തത്രപ്പാടിൽ പണം തേടിയുള്ള ഓട്ടത്തിലായിരുന്നുവെന്നും പറഞ്ഞു. അതിൻ്റെ ആവശ്യത്തിനായി കോതമംഗലത്തുള്ള തൻ്റെ സുഹൃത്തിനെ കാണാൻ പോകുവാണെന്നാണ് ആന്റണി അന്ന് വീട്ടിൽ പറഞ്ഞത്. അതിനാൽ തന്നെ കോതമംഗലത്തെ കൂട്ടുകാരനെ ചോദ്യം ചെയ്തപ്പോൾ ആന്റണി അയാൾക്ക് കൊടുക്കാനുണ്ടായിരുന്ന 50,000-ൽ കൂടുതൽ രൂപ ഞായറാഴ്ച നേരിൽ വന്ന് കൊടുത്തതായി അയാൾ പറഞ്ഞു. ഇതോടെ ആന്റണിയുടെ മേലെയുള്ള സംശയം പോലീസുകാർക്ക് ഒന്നുകൂടി ബലപ്പെട്ടു. ആന്റണിയുടെ കൂടെ ദമാമിൽ പോകാനായി ബോംബെ വരെ പോയി തിരികെ വന്ന ഒരാളെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തപ്പോൾ ആന്റണി വിറ്റ് പൈസ കൊടുക്കാൻ വേണ്ടി ഒരു സ്വർണ്ണമാല തന്നെ ഏൽപ്പിച്ചതായും ആ മാല താൽക്കാലികമായി താൻ പണയം വെച്ചെന്നും അയാൾ പറഞ്ഞു. പിന്നീട് പോലീസുകാർ ആ മാല കണ്ടെത്തി ബന്ധുക്കളെ കാണിച്ച് ഉറപ്പുവരുത്തി. ഇത്രയും ആയതോടെ ആന്റണിയെ നാട്ടിൽ കൊണ്ടുവന്ന് തെളിവെടുക്കുന്നതിനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചു. ആന്റണിയുടെ ഭാര്യ ജമ്മയെ കൊണ്ട് വിളിപ്പിച്ച് പോകുന്നതിന് തലേദിവസം, അതായത് കൃത്യം നടന്ന രാത്രി എവിടെയായിരുന്നുവെന്ന് അവരോട് ചോദിക്കാൻ ആവശ്യപ്പെട്ടു. ഒടുവിൽ ജമ്മയുടെ ചോദ്യത്തിന് ഉത്തരം നൽകാനാവാതെ ആന്റണി വീണുപോകുന്നു. അതോടെ സാഹചര്യങ്ങളും തെളിവുകളുമെല്ലാം ആന്റണിക്കെതിരെയാകുന്നു. അങ്ങനെ പോലീസുകാർ ആന്റണിയെ വളരെ കഷ്ടപ്പെട്ട് ബോംബെയിൽ എത്തിച്ച് തെളിവ് ശേഖരിക്കുന്നു. ആദ്യമൊക്കെ സഹകരിക്കാതിരുന്നെങ്കിലും പിന്നീട് കുറ്റം സമ്മതിക്കുന്നു. ക്രൈം സീനിൽ നിന്ന് കിട്ടിയ വിരലടയാളവും ആന്റണിയുടെ വിരലടയാളവും തമ്മിൽ മാച്ചായതോടെ ആന്റണിക്കെതിരെയുള്ള തെളിവുകൾ കൂടുതൽ ശക്തി പ്രാപിച്ചു. കൃത്യം നടത്തിയത് ഒരാളാണോ അതോ ഒന്നിലേറെ ആളുകളാണോ എന്നുള്ള കാര്യത്തിൽ തുടക്കം മുതൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായതുകൊണ്ട് തന്നെ ആന്റണിയെ അറസ്റ്റ് ചെയ്ത സമയത്ത് പലരും പല സംശയങ്ങളും ഉന്നയിച്ചിരുന്നു. 2001 ജനുവരി 6 ശനിയാഴ്ച രാവിലെ 9 മണിക്ക് അഗസ്റ്റിൻ കടപൂട്ടി വീട്ടിലെത്തിയപ്പോൾ ആന്റണി വീട്ടിലുണ്ടായിരുന്നു. നാളെ ഞാൻ ബോംബെക്ക് പോവാണ്, അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്താൽ അവിടെ നിന്നും ദമാമിലേക്ക് പോകുകയാണെന്ന് അഗസ്റ്റിനോട് ആന്റണി പറയുന്നു. വീട്ടിലെല്ലാവർക്കും വളരെ അടുപ്പമുള്ളതുകൊണ്ടും വീട്ടിലെ ഒരാളായി കാണുന്നതുകൊണ്ടും എല്ലാവർക്കും ആന്റണി ആ വീട്ടിൽ വളരെ വലിയ കാര്യമായിരുന്നു. പിറ്റേന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അഗസ്റ്റിൻ കുടുംബത്തോടെ സിനിമയ്ക്ക് പോകാനുള്ള ഒരു പ്ലാനിലായിരുന്നു. അവർ ആന്റണിയെയും സിനിമയ്ക്ക് വിളിച്ചെങ്കിലും ആന്റണി പോയില്ല. ആന്റണി ഇടയ്ക്കൊക്കെ സാമ്പത്തികമായി സഹായിക്കാറുള്ള കൊച്ചുറാണിയോട് കുറച്ച് പൈസ ആന്റണി ചോദിച്ചിരുന്നു. ആരുമില്ലാത്ത സമയത്ത് കൊച്ചുറാണിയോട് ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുവാൻ വേണ്ടിയാണ് ആന്റണി അവിടെ തന്നെ നിന്നത്. അഗസ്റ്റിനും മേരിയും ജസ്മോനും ധന്യയും സിനിമയ്ക്ക് പോകുന്നു. അമ്മ ക്ലാരയും കൊച്ചുറാണിയും പോവാതെ വീട്ടിൽ തന്നെ നിന്നു. അമ്മച്ചി പല പ്രാവശ്യം ആന്റണിയോട് വീട്ടിൽ പോകാൻ പറഞ്ഞെങ്കിലും ആന്റണി പോവാതെ കൊച്ചുറാണിയോട് സംസാരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന മുറിയിൽ ഇരിക്കുന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ പോത്തിനും പോർക്കിനും വേണ്ടി വെളുത്തുള്ളിയും ചുമന്നുള്ളിയും പൊളിക്കുകയായിരുന്നു കൊച്ചുറാണി. അമ്മച്ചി ഹാളിലിരുന്ന് TV കാണുകയായിരുന്നു. ഈ സമയത്താണ് കൊച്ചുറാണിയോട് ആന്റണി തൻ്റെ ആവശ്യം അവതരിപ്പിച്ചത്.
തൻ്റെ സാമ്പത്തിക ദാരിദ്ര്യം ഇതോടെ തീരുമെന്നും ഗൾഫിൽ പോയതിനു ശേഷം തിരിച്ചു വരുമ്പോൾ പൈസ തിരികെ തരാമെന്നുമൊക്കെ പറഞ്ഞെങ്കിലും തൻ്റെ കയ്യിലിപ്പം പണമൊന്നും ഇരിപ്പില്ലെന്നാണ് കൊച്ചുറാണി പറഞ്ഞത്. അപ്പോഴാണ് ആന്റണി കഴുത്തിൽ കിടന്ന മാല ചോദിച്ചത്. അതിന് കൊച്ചുറാണി വിസമ്മതിച്ചു. ഗൾഫിൽ പോകാനുള്ള ചിലവുകൾക്കും കടങ്ങൾ തീർക്കാനുള്ള ആകെയുള്ള പ്രതീക്ഷയായ കൊച്ചുറാണിയും തന്നെ കൈവിട്ടതോടെ ആന്റണിയുടെ കണ്ണിൽ ഇരുട്ട് കയറി. അതിൽ ക്ഷുഭിതനായ ആന്റണി മേശ പിടിച്ച് കൊച്ചുറാണിയുടെ ഭാഗത്തേക്ക് തള്ളി. തൊലിച്ചു വെച്ച ഉള്ളികളെല്ലാം തറയിൽ വീണ് ചിതറി. ഉടൻ തന്നെ കൊച്ചുറാണി ചാടി എഴുന്നേറ്റ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന കത്തി ആന്റണിയുടെ നേരെ നീട്ടി. ഉടൻ തന്നെ ആന്റണി കൊച്ചുറാണിയെ പിടിച്ച് പിന്നോട്ട് തള്ളി. ആ സമയത്ത് കൊച്ചുറാണിയുടെ തല ഭിത്തിയിലിടിച്ച് നിലത്തേക്ക് വീണു. ശേഷം തറയിൽ വീണ് കിടന്ന സ്റ്റൂൾ എടുത്ത് കൊച്ചുറാണിയുടെ തലയ്ക്ക് ആന്റണി അടിച്ചു. ആ സമയത്ത് കൊച്ചുറാണിയുടെ നിലവിളി കേട്ട് അമ്മച്ചി ആ ഭാഗത്തേക്ക് ഓടി വന്നു. അമ്മച്ചിയുടെ തലയ്ക്കും ആന്റണി ആ സ്റ്റൂൾ എടുത്ത് ആഞ്ഞടിച്ചു. അമ്മച്ചി തൽക്ഷണം മരിച്ചു. അഗസ്റ്റിനും കുടുംബവും സിനിമയ്ക്ക് പോകുമ്പോൾ ആന്റണി അവിടെ ഉണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോൾ കൊല ചെയ്യപ്പെട്ട കൊച്ചുറാണിയെയും അമ്മച്ചിയെയും കണ്ടാൽ അത് തൻ്റെ നേർക്ക് തിരിയുമെന്ന് മനസ്സിലാക്കിയ ആന്റണി അവരെയും വകവരുത്താൻ തീരുമാനിച്ചു. അമ്മച്ചിയുടെയും കൊച്ചുറാണിയുടെയും ശരീരം അടുക്കളയിൽ കൊണ്ടിട്ടതിന് ശേഷം അടുക്കള വാതിലിൽ അവരെ കാത്ത് ആന്റണി നിന്നു. സിനിമ കഴിഞ്ഞ് തിരിച്ചെത്തിയ അഗസ്റ്റിൻ വാതിൽ തുറന്നു കിടന്നത് കണ്ടപ്പോൾ അതിനെ ശകാരിച്ചുകൊണ്ടാണ് അകത്തേക്ക് കയറിയത്. ഓണായ TV ഓഫാക്കി അടുക്കളയിലേക്ക് പ്രവേശിക്കുമ്പോൾ കോടാലി കൊണ്ട് ആന്റണി അഗസ്റ്റിൻ്റെ തലക്കടിച്ചു. ശബ്ദം കേട്ട് ഓടി വന്ന മേരിക്കും കോടാലി കൊണ്ട് തലക്കടി കിട്ടുകയും നിലത്തേക്ക് കുത്തിയിരിക്കുകയും ആ ഇരിപ്പിൽ മരണമടയുകയും ചെയ്തു. അതിൽ നിന്നെല്ലാം ഓടി മുറിയിൽ കയറാൻ ശ്രമിച്ച ധന്യയെ പിന്നാലെ പോയി തലക്കടിച്ചു വീഴ്ത്തുകയും ആരെയും ഒന്നും ചെയ്യില്ല അങ്കിളെ എന്ന് പറഞ്ഞ ആന്റണിയെ കെട്ടിപ്പിടിച്ച ജസ്മോനെയും ആന്റണി വകവരുത്തി. ഈ കാര്യങ്ങളെല്ലാം ആന്റണി പോലീസുകാരോട് തുറന്നു പറഞ്ഞതാണ്. കേസ് തെളിയിക്കുന്നതിനായി അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന CI സാബുവും SI വിനോദും അടങ്ങുന്ന ലോക്കൽ പോലീസിൻ്റെ പരിശ്രമത്തെ എല്ലാവരും ഒരുപോലെ അഭിനന്ദിച്ചു. എങ്കിലും കേസിൻ്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിലേക്കും അവിടുന്ന് മേരിയുടെ അപ്പൻ്റെ ആവശ്യപ്രകാരം CBIയിലേക്കും അന്വേഷണം എത്തിയെങ്കിലും എല്ലാവരും ഒടുവിൽ ആന്റണിയുടെ അടുത്താണ് എത്തിയത്. 2004 CBI പ്രത്യേക കോടതി ആന്റണിക്ക് വധശിക്ഷ വിധിച്ചു. ശേഷം ആ വിധി ഹൈക്കോടതിയും സുപ്രീം കോടതിയും ശരിവെച്ചു. ഒടുവിൽ ആന്റണിയുടെ ദയാഹർജിയും രാഷ്ട്രപതി തള്ളിക്കളഞ്ഞു. ആന്റണിയുടെ മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചു. എന്നാൽ 2018 ആന്റണിയെ തൂക്കുകയറിൽ നിന്നും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന നിർണായക വിധി വന്നത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് RM ഗോദയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു വധശിക്ഷ ജീവപര്യന്തമായി കുറച്ചത്. നിലവിൽ ആന്റണി ഇപ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് ഉള്ളത്. ആലുവയിലെ ജനങ്ങൾ പേടിയോടെയും രഹസ്യം പറഞ്ഞും കണ്ടിരുന്ന മാഞ്ഞൂറാൻ തറവാട് ഇപ്പോൾ മണ്ണോട് ചേർന്നിരിക്കുന്നു. ആന്റണിയെയും ആ കുടുംബത്തെയും ആ കാലഘട്ടത്തിലുണ്ടായിരുന്നവർ മറക്കാനിടയില്ല. ഈ സംഭവത്തെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക.